തൊണ്ണൂറുകളുടെ അവസാനം വലിയൊരു കടക്കണിയിൽപ്പെടുന്നു അമിതാഭ് ബച്ചൻ. അദ്ദേഹത്തിൻ്റെ അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ബിസിനസ് സ്ഥാപനം പൊട്ടിപ്പൊളിഞ്ഞു. 90 കോടി കടം, ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല. ആരും സഹായിച്ചില്ല. പരിഹാസം വേറെയും. കടം കൊടുത്ത ആളുകൾ പണം ചോദിച്ച് വീട്ടിൽ കയറിയിറങ്ങാൻ തുടങ്ങി. ഭീഷണി വേറെയും. കടം കാരണം ജുഹുവിലുണ്ടായിരുന്ന പ്രതീക്ഷ എന്നു പേരിട്ട വീട് പോലും വിൽക്കാൻ അമിതാഭ് ബച്ചൻ തീരുമാനിച്ചു. ഒടുവിൽ പരസ്യചിത്രങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി അമിതാഭ് ബച്ചൻ. ലോകമറിയുന്ന സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചൻ പരസ്യചിത്രങ്ങൾ അഭിനയിക്കുകയോ? കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. സിനിമാ ലോകത്ത് അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് കോൻ ബനേഗ ക്രോർപതി എന്ന ടെലിവിഷൻ ഷോയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമെത്തുന്നത്. എനിക്കത് ചെയ്യാൻ കഴിയുമോ? ഒന്ന് സംശയിച്ചു അമിതാഭ് ബച്ചൻ. അദ്ദേഹത്തെ വിദേശ നാടുകളിൽ കൊണ്ടുപോയി ഇതിനു സമാനമായ പല ഷോകളും കാണിച്ചു കൊടുത്തു അണിയറ പ്രവർത്തകർ. മറ്റ് വഴികളൊന്നുമില്ലാത്തതിനാൽ ഈ റിയാലിറ്റി ഷോ ചെയ്യാൻ അമിതാഭ് ബച്ചൻ തയ്യാറായി. അമിതാഭ് ബച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത്. കോൻ ബനേഗ ക്രോർപതി അമിതാഭ് ബച്ചൻ്റെ തലവര മാറ്റി. ഈ ടെലിവിഷൻ ഷോ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. കുടുംബങ്ങളുടെ ഇഷ്ട പരിപാടിയായി മാറി കോൻ ബനേഗ ക്രോർപതി. ഓരോ എപ്പിസോഡും കാണാനായി പ്രേക്ഷകർ കാത്തിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അമിതാഭ് ബച്ചന്. സിനിമയിൽ അദ്ദേഹം വീണ്ടും സജീവമായി. വെറും 3 കൊല്ലം കൊണ്ട് 90 കോടിയുടെ കടം വീട്ടി അമിതാഭ് ബച്ചൻ.